5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഡേറ്റിംഗ് ഉപദേശങ്ങളും ബന്ധ പോഡ്കാസ്റ്റുകളും വരുന്നതിന് വളരെ മുമ്പുതന്നെ അപമാനിതനായ ഫ്ലോറന്റൈൻ നയതന്ത്രജ്ഞൻ ഒറ്റയ്ക്ക് പ്രവാസത്തിലിരുന്നു. ലോകം തന്നെ മറന്നുപോയെന്ന് ബോധ്യപ്പെടുത്തി. നിക്കോളോ മാച്ചവെല്ലി നിരാശനും തൊഴിൽ രഹിതനും അപമാനിതനുമായിരുന്നു. എന്നിരുന്നാലും കയ്പിന് കീഴടങ്ങുന്നതിനു പകരം അദ്ദേഹം ഒരു പേനയെടുത്ത് വളരെ വിനാശകരവും മാനസികമായി അസ്വസ്ഥതയുളവാക്കുന്നതുമായ എന്തെങ്കിലും എഴുതി. കത്തോലിക്കാ സഭ അതിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു. യൂറോപ്പിലുടനീളമുള്ള ഭരണാധികാരികൾ ഇനിയൊരിക്കലും അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. അദ്ദേഹം തിന്മയെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് അത് തുറന്നുകാട്ടിയതുകൊണ്ടാണ്. കാരണം പ്രണയം, ധാർമ്മികത, സദ്ഗുണം എന്നിവയ്ക്ക് പിന്നിൽ നാം മറച്ചുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രചോദനങ്ങളെ നേരിടാൻ അദ്ദേഹം മനുഷ്യരാശിയെ നിർബന്ധിച്ചു. 500 വർഷമായി ആളുകൾ ഒരേ ആരോപണം ആവർത്തിച്ചു. മാച്ചിയവെല്ലി കൃത്രിമവും അധാർമികവും അപകടകരവുമായിരുന്നു. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അദ്ദേഹം എഴുതിയത് വായിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കൃതികൾ യഥാർത്ഥത്തിൽ രാജാക്കന്മാരെയോ യുദ്ധത്തെയോ രാഷ്ട്രീയ തന്ത്രങ്ങളെയോ കുറിച്ചല്ലാത്തതിനാൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. അത് ആളുകളെക്കുറിച്ചായിരുന്നു. വിശ്വസ്തത, ആഗ്രഹം, വഞ്ചന, വാത്സല്യം എന്നിവയെ നയിക്കുന്ന പറയാത്ത പാറ്റേണുകളെക്കുറിച്ചായിരുന്നു അത്. ഇന്ന് ഒരു ചോദ്യം എക്കാലത്തേക്കാളും ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നു. സ്ത്രീകളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യപ്രകൃതിയെക്കുറിച്ചും നമ്മൾ ഇപ്പോഴും സമ്മതിക്കാൻ വിസമ്മതിക്കുന്ന എന്താണ് മാച്ചാവെല്ലി യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത്? ആധുനിക ഡേറ്റിംഗിനെക്കുറിച്ചുള്ള മറ്റൊരു നിന്ദ്യമായ വാചാലതയല്ല ഈ വീഡിയോ. ഇതൊരു പരാതിയോ പ്രത്യയശാസ്ത്രമോ ആയുധമോ അല്ല. ആകർഷണം, പ്രതിബദ്ധത, വൈകാരിക നിക്ഷേപം എന്നിവയെ നിയന്ത്രിക്കുന്ന മാനസിക ശക്തികളിലേക്കുള്ള ഒരു പര്യവേക്ഷണം, ഒരു യാത്രയാണിത്. മക്കവേലിയുടെ അഭിപ്രായത്തിൽ ഒരു കാര്യമുണ്ട്. സ്നേഹം തഴച്ചു വളരുന്നതെന്തുകൊണ്ട്, ബന്ധങ്ങൾ പരാജയപ്പെടുന്നതെന്തുകൊണ്ട്, അഭിനിവേശം ജ്വലിച്ചു മരിക്കുന്നതെന്തുകൊണ്ട് എന്നിവ വിശദീകരിക്കാൻ കഴിയുന്നത്ര ശക്തമായ ഒരു പ്രേരക ശക്തിയുണ്ട്. നമ്മളത് വെളിപ്പെടുത്താൻ പോകുന്നു. എന്നാൽ ആദ്യം, സാധാരണയായി നിങ്ങളെ സംരക്ഷിക്കുന്ന ആശ്വാസകരമായ മിഥ്യാധാരണകളില്ലാതെ മാക്യവേലിയുടെ കണ്ണുകളിലൂടെ നിങ്ങൾ ലോകത്തെ കാണണം. സ്ത്രീ മനഃശാസ്ത്രത്തിൽ മാക്യവേലിയുടെ പ്രസക്തി മനസ്സിലാക്കാൻ അവൻ ലോകത്തെ ഭയപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആളുകൾ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതുപോലെ എഴുതാൻ അദ്ദേഹം വിസമ്മതിച്ചു. അവർ യഥാർത്ഥത്തിൽ പെരുമാറിയതുപോലെ അദ്ദേഹം അവരെക്കുറിച്ച് എഴുതി. മറ്റുള്ളവർ ബഹുമാനത്തെയും വിശ്വസ്തതയെയും ധാർമ്മിക കടമയെയും പ്രശംസിച്ചപ്പോൾ മാക്യവേലി വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യം നിരീക്ഷിച്ചു. സാഹചര്യങ്ങൾ മാറിയപ്പോൾ വാത്സല്യവും അങ്ങനെ തന്നെയായിരുന്നു. വിഭവങ്ങൾ അപ്രത്യക്ഷമായപ്പോൾ വിശ്വസ്തതയും അങ്ങനെ തന്നെയായിരുന്നു. അപകടം വന്നപ്പോൾ വഞ്ചനയും അങ്ങനെയായിരുന്നു. അദ്ദേഹം ഇതിനെ അപലപിച്ചില്ല, അദ്ദേഹം അത് രേഖപ്പെടുത്തി. ലിംഗഭേദമോ സാമൂഹിക വർഗമോ പരിഗണിക്കാതെ മനുഷ്യർ ആദർശങ്ങളാൽ നയിക്കപ്പെടുന്നില്ല എന്നും മറിച്ച് പ്രോത്സാഹനങ്ങളാലും അതിജീവനത്താലും വൈകാരികവും ഭൗതികവുമായ നേട്ടങ്ങളാലും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതും അവരുടെ ഭാവിയെ സംരക്ഷിക്കുന്നതും വഴിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിൽ രാജാക്കന്മാർ, പട്ടാളക്കാർ, പുരോഹിതന്മാർ, പ്രണയികൾ, സുഹൃത്തുക്കൾ, ഭർത്താക്കന്മാർ, അതെ, സ്ത്രീകളും ഉൾപ്പെടുന്നു. സ്ത്രീകൾ സ്വവിശേഷമായി സ്വാർത്ഥതാൽപര്യമുള്ളവരായതുകൊണ്ടല്ല, മറിച്ച് എല്ലാ മനുഷ്യരും അങ്ങനെയുള്ളവരായതുകൊണ്ടാണ്. എന്നിരുന്നാലും സമൂഹം മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം മാക്യവേലി ശ്രദ്ധിച്ചു. പുരുഷന്മാരെപ്പോലെ തന്നെ സാർവത്രിക മനഃശാസ്ത്ര നിയമങ്ങൾ അവർ പിന്തുടർന്നിട്ടും സ്ത്രീകളുടെ പ്രചോദനങ്ങൾ കൂടുതൽ കഠിനമായി വിലയിരുത്തപ്പെട്ടു. സ്ത്രീകൾ പൂർണ്ണമായും പ്രണയം, ധാർമ്മികത, ഭക്തി എന്നിവയാൽ നയിക്കപ്പെടണമെന്ന് സമൂഹം നിർബന്ധിച്ചു. മാക്യവേലി അത് മനസ്സിലാക്കി. അപകടസാധ്യത, പ്രതിഫലം, സുരക്ഷ, പൂർത്തീകരണം, അവസരം എന്നിവയെക്കുറിച്ചുള്ള ബോധപൂർവമായോ അബോധാവസ്ഥയിലോ ഉള്ള ആന്തരിക കണക്കുകൂട്ടലുകൾക്കനുസൃതമായാണ് പുരുഷന്മാരെപ്പോലെ സ്ത്രീകളും തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്നേഹം നിരുപാധികമോ ശാശ്വതമോ ആണെന്ന മിഥ്യാധാരണ നിങ്ങൾ നീക്കം ചെയ്താൽ ബന്ധങ്ങളെ യക്ഷികഥകളായിട്ടല്ല, മറിച്ച് അവ പരസ്പരം പ്രയോജനകരമായി തുടരുമ്പോൾ മാത്രം നിലനിർത്തുന്ന ദുർബലമായ കരാറുകളായി നിങ്ങൾ കാണാൻ നിർബന്ധിതരാകുന്നു എന്നതിനാൽ ആ സത്യസന്ധത അദ്ദേഹത്തെ അപകടകാരിയാക്കി. പ്രണയത്തെ വിധി, രസതന്ത്രം അല്ലെങ്കിൽ വൈകാരിക മാന്ത്രികത എന്നിങ്ങനെ വിപണനം ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മാക്യവേലിക്ക് കൂടുതൽ അടിസ്ഥാനപരമായ എന്തെങ്കിലും മനസ്സിലായി. ആഗ്രഹത്തിന് സന്ദർഭമുണ്ട്. ആകർഷണം യാദൃച്ഛികമല്ല. വാത്സല്യം സൗജന്യമല്ല. പ്രതിബദ്ധത ഉറപ്പില്ല. ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നിടത്ത് തുടരുകയും അവർ ഇല്ലാത്തിടത്ത് നിന്ന് പോകുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഇത് പ്രത്യേകിച്ചും ബാധകമാണ്.
അവർ സ്വാർത്ഥരോ കൃത്രിമത്വമുള്ളവരോ ആയതുകൊണ്ടല്ല, മറിച്ച് ചരിത്രപരമായി തെറ്റായ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ അപകടസാധ്യത പുരുഷന്മാരെക്കാൾ കൂടുതലായിരുന്നതിനാലാണ്. സ്ത്രീകൾ എപ്പോഴും വലിയ ജൈവശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവുമായ ദുർബലതകളെ നേരിട്ടിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഭൂരിഭാഗവും ഒരു സ്ത്രീയുടെ നിലനിൽപ്പ്, പ്രശസ്തി, സുരക്ഷ, സ്വാതന്ത്ര്യം എന്നിവ അവളുടെ പങ്കാളിയുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ സ്ത്രീ മനഃശാസ്ത്രം, വിലയിരുത്തൽ, വിവേചനാധികാരം, റിസ്ക് മാനേജ്മെന്റ് എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് പരിണമിച്ചത്. ഇത് സ്ത്രീകളെ കണക്കുകൂട്ടുന്നവരാക്കുന്നില്ല. ഇത് അവരെ ബുദ്ധിമാന്മാരാക്കുന്നു. ഇത് അവരെ തന്ത്രപരമാക്കുന്നു. ഇത് അവരെ ബോധവാന്മാരാക്കുന്നു. ഒരാളുടെ ക്ഷേമം മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ ആദർശവാദത്തെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയില്ലെന്ന് മക്യവേലി വാദിച്ചു. അവർ ഫലങ്ങളെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കണം. അതിനാൽ ഓരോ പ്രണയകഥയ്ക്കും, ഓരോ ബന്ധത്തിനും, ഓരോ പ്രണയ ഫാന്റസിക്കും കീഴിൽ ഒരു നിശബ്ദ ചർച്ച വികസിക്കുന്നത് അദ്ദേഹം കണ്ടു. ഈ പങ്കാളിത്തം എന്റെ ജീവിതം മെച്ചപ്പെടുത്തുമോ അതോ അപകടത്തിലാക്കുമോ? ചരിത്രത്തിലുടനീളമുള്ള സ്ത്രീകൾ ആ ചോദ്യം സഹജമായി ചോദിക്കാൻ പഠിക്കുന്നു. ആധുനിക സ്ത്രീകൾ ഇപ്പോഴും അത് ചോദിക്കുന്നു. എന്നിരുന്നാലും ഇന്ന് അവർ അതിനെ അനുയോജ്യത, വൈകാരിക സുരക്ഷ അല്ലെങ്കിൽ ദീർഘകാല സ്ഥിരത എന്ന് വിളിച്ചേക്കാം. മിക്ക പുരുഷന്മാരും ഇത് കേൾക്കുകയും ഭീഷണി നേരിടുകയും ചെയ്യുന്നു. കാരണം അത് സ്നേഹം മാത്രം മതി എന്ന ഫാന്റസിയെ വെല്ലുവിളിക്കുന്നു. എന്നാൽ മക്യവേലി നേരെ വിപരീതമായി വാദിക്കും. ഇത് പ്രണയത്തെ യാഥാർത്ഥ്യമാക്കുന്നു. അത് അനുമാനിക്കുന്നതിനേക്കാൾ സമ്പാദിക്കുന്നതാക്കുന്നു. ജനങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഗുണം ചെയ്യൂ എന്ന് മക്യവേലി എഴുതിയപ്പോൾ വിമർശകർ അദ്ദേഹത്തെ ക്രൂരനെന്ന് വിളിച്ചു. പക്ഷേ അദ്ദേഹം സ്വാർത്ഥതയെ വാദിക്കുകയായിരുന്നില്ല. അതിന്റെ അനിവാര്യത അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു. മനുഷ്യർ മറ്റുള്ളവരെ ആഴത്തിൽ കരുതുന്നു, പക്ഷേ അനന്തമായല്ല. എല്ലായ്പ്പോഴും ഒരു പരിധി, ഒരു തകർച്ച, വൈകാരിക പ്രതിഫലത്തേക്കാൾ വൈകാരികമായ നഷ്ടം കൂടുതലുള്ള ഒരു നിമിഷമുണ്ട്. ജോലി നഷ്ടം, ഒരു വലിയ രോഗം, സാമ്പത്തിക തിരിച്ചടി അല്ലെങ്കിൽ വ്യക്തിപരമായ പരിവർത്തനത്തിന് ശേഷം തകർന്ന ബന്ധങ്ങൾ നോക്കൂ. സൗകര്യങ്ങളില്ലാതായതോടെ ഇല്ലാതായ സൗഹൃദങ്ങൾ നോക്കൂ. പ്രണയമില്ലാതായതുകൊണ്ടല്ല, പ്രതീക്ഷകൾ മാറിയതുകൊണ്ടാണ് മരിച്ചത്. ഇവ വഞ്ചനകളാണോ അതോ സ്വയം പ്രകടിപ്പിക്കുന്ന മനുഷ്യ സ്വഭാവം മാത്രമാണോ എന്ന് മക്യവേലി ചോദിക്കും. ഇനി അത് സ്ത്രീകൾക്ക് ബാധകമാക്കുക. സ്ത്രീകൾക്കപ്പോഴും അവരുടെ ഉദ്ദേശ്യം ത്യാഗമാണെന്ന് പറയാറുണ്ട്. എന്തുതന്നെയായാലും വിശ്വസ്തത പുലർത്താൻ, അനന്തമായി ക്ഷമിക്കുക, അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുക. സ്ത്രീ മാനദണ്ഡങ്ങളെ വിമർശിക്കുമ്പോൾ സമൂഹം സ്ത്രീ നിസ്വാർത്ഥതയെ പ്രണയവൽക്കരിക്കുന്നു. സദ്ഗുണം പുനർനിർവചിച്ചുകൊണ്ട് സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് മക്യവേലി അതിനെ കൃത്രിമത്വം എന്ന് വിളിക്കും. അദ്ദേഹം നേരെ വിപരീതമാണ് വിശ്വസിച്ചത്. സ്വാർത്ഥ താൽപര്യം നിലനിർത്തുന്നത് ധാർമ്മിക പരാജയമല്ല, മാനസിക ശക്തിയുടെ അടയാളമാണെന്ന്. ഒരു സ്ത്രീ തന്റെ വൈകാരികവും ശാരീരികവും സാമ്പത്തികവുമായ ക്ഷേമം സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് യുക്തിസഹമാണെന്ന്. ഒരു സ്ത്രീക്ക് അവളുടെ ആവശ്യങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന ഏതൊരു ബന്ധവും സ്നേഹമല്ല, മറിച്ച് ഭക്തിയുടെ വേഷം മാറിയ ആശ്രയത്വമാണെന്നും. ഈ ഫ്രെയിമിംഗ് എല്ലാം മാറ്റുന്നു. സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് അവർ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്നതിലേക്ക് ഇത് പരിവർത്തനം ചെയ്യുന്നു. നൂറ്റാണ്ടുകളിലും സംസ്കാരങ്ങളിലും സാമൂഹിക വ്യവസ്ഥകളിലും ഒരു പെരുമാറ്റരീതി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ബന്ധം അവളുടെ ജീവിതത്തെ സമ്പന്നമാക്കുമ്പോൾ ഒരു സ്ത്രീ തുടരുന്നു, അത് കുറയുമ്പോൾ അവൾ പോകുന്നു. ആ സമ്പുഷ്ടീകരണം വൈകാരിക ബന്ധം, സുരക്ഷ, ആരാധന, പങ്കാളിത്തം, ബൗദ്ധിക ഉത്തേജനം, ലൈംഗിക അനുയോജ്യത, പങ്കിട്ട അഭിലാഷം അല്ലെങ്കിൽ കാണപ്പെടുകയും പിന്തുണയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്ന തോന്നൽ എന്നിവയായിരിക്കാം. സ്റ്റീരിയോടൈപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഇത് വളരെ അപൂർവമാണ്. വാസ്തവത്തിൽ ഇത് ശ്രദ്ധേയമായ വൈകാരിക ബുദ്ധിയിൽ അധിഷ്ഠിതമാണെന്ന് മച്ചവേലി വാദിക്കും. എന്നിരുന്നാലും ഈ രീതിയെ തെറ്റിദ്ധരിക്കുന്ന പുരുഷന്മാർ പലപ്പോഴും അന്ധമായി തോന്നുന്നു. സ്നേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥിരത ഉറപ്പു നൽകുന്നു എന്ന് അവർ കരുതുന്നു. പ്രതിബദ്ധത ഉറപ്പാക്കിക്കഴിഞ്ഞാൽ ശ്രമം നിർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആദ്യകാല ആകർഷണത്തെ സ്ഥിരമായ വിശ്വസ്തതയുമായി അവർ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഒരു സ്ത്രീ പിന്മാറുമ്പോൾ അവരതിനെ യുക്തിരഹിതം, പെട്ടെന്നുള്ളത്, പ്രകോപനമില്ലാത്തത് എന്നിങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അടയാളങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് മാച്ചിയവേലി പറയും. പ്രോത്സാഹനം മാറി, കൈമാറ്റം അസന്തുലിതമായി, വൈകാരിക തിരിച്ചറിവ് കുറഞ്ഞു. പുരുഷന്മാരെക്കാൾ വേഗത്തിൽ അസ്ഥിരത കാണാൻ ജൈവശാസ്ത്രപരമായും സാമൂഹികമായും സ്ത്രീകൾക്ക് വ്യവസ്ഥയുള്ളതിനാൽ അവർ നേരത്തെയും കൂടുതൽ നിർണായകമായും പ്രതികരിക്കുന്നു.
അതുകൊണ്ടാണ് ബന്ധത്തിന്റെ അടിത്തറ ഒരിക്കലും പരിശോധിക്കാത്തവർക്ക് വിശ്വാസവഞ്ചന ഞെട്ടലായി തോന്നുന്നത്. പ്രണയം ഒരു തകർക്കാനാവാത്ത വാഗ്ദാനമാണെന്ന് അവർ കരുതി. മാക്യവേലിക്ക് നന്നായി അറിയാമായിരുന്നു, പ്രണയം ഒരു ജീവനുള്ള കരാറാണ്. ഏതൊരു കരാറിനെയും പോലെ സാധുതയുള്ളതായി തുടരുന്നതിന് അതിന് തുടർച്ചയായ മൂല്യം ആവശ്യമാണ്. നൂറ്റാണ്ടുകളുടെ നിഷേധത്തിനും പുനർവ്യാഖ്യാനത്തിനും ധാർമ്മിക പരിഭ്രാന്തിക്കും ശേഷം നമ്മൾ സത്യത്തിലെത്തിച്ചേരുന്നു. സമൂഹം ഇപ്പോഴും ഉറക്കെ സംസാരിക്കാൻ ഭയപ്പെടുന്നു. എല്ലാ കെട്ടുകഥകളും നീക്കം ചെയ്യപ്പെട്ടതിനു ശേഷം, എല്ലാ പ്രണയപ്രത്യശാസ്ത്രവും അലിഞ്ഞുപോയതിനു ശേഷം, എല്ലാ മാനസിക പ്രതിരോധങ്ങളും തകർന്നതിനു ശേഷം മാക്യവേലിയുടെ ഉൾക്കാഴ്ച ലളിതമായ വ്യക്തതയോടെ സ്വയം വെളിപ്പെടുത്തുന്നു. സ്ത്രീകൾ പൂർണ്ണത, സമ്പത്ത്, ആധിപത്യം, സൗന്ദര്യം, പദവി അല്ലെങ്കിൽ ഫാന്റസി എന്നിവ ആഗ്രഹിക്കുന്നില്ല. സാർവത്രികമായിയല്ല, അടിസ്ഥാനപരമായിയല്ല. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറുന്ന ഉപരിതല വിശദാംശങ്ങളാണിവ. സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യം സുരക്ഷയാണ്. സാമ്പത്തിക സുരക്ഷ, വൈകാരിക സുരക്ഷ, മാനസിക സുരക്ഷ, ബന്ധസുരക്ഷ, കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിന്റെ സുരക്ഷ എന്നിവ മാത്രമല്ല. സഹിക്കുന്നതിനു പകരം ബഹുമാനിക്കപ്പെടുന്നതിന്റെ സുരക്ഷ. വിശ്വസ്തത ചൂഷണമായി മാറില്ലെന്നറിയുന്നതിന്റെ സുരക്ഷ. ആ വാത്സല്യം നിസ്സംഗതയായി മാറില്ല. ആ പ്രതിബദ്ധത അലംഭാവമായി മാറില്ല. സമ്മർദ്ദത്തിൽ തകർന്നു വീഴാത്ത, ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാത്ത, അല്ലെങ്കിൽ അവരുടെ ശക്തിയിൽ നീരസം തോന്നാത്ത ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ സുരക്ഷ. സ്തംഭനാവസ്ഥയില്ലാത്ത സ്ഥിരതയുടെ സുരക്ഷ. അസ്ഥിരതയില്ലാത്ത അഭിനിവേശം. സുരക്ഷ എന്നാൽ ജീവിതത്തിൽ നിന്നുള്ള സുരക്ഷയല്ല. അതിനർത്ഥം സുരക്ഷയും പങ്കാളിത്തവുമാണ്. ആ സുരക്ഷ അപ്രത്യക്ഷമാകുമ്പോൾ ആ ബന്ധം ആ വ്യക്തി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതിനകം തന്നെ അവസാനിച്ചുവെന്ന് മകവേലി പറയും. ഇത് സ്ത്രീകളെ അപലപിക്കലല്ല. സുരക്ഷ സ്നേഹത്തെ സുസ്ഥിരമാക്കുന്നതിനാൽ അവരുടെ ജ്ഞാനത്തിന്റെ അംഗീകാരമാണിത്. സുരക്ഷ ദുർബലത, അടുപ്പം, വിശ്വാസം, ദീർഘകാല വൈകാരിക നിക്ഷേപം എന്നിവ അനുവദിക്കുന്നു. സുരക്ഷയാണ് മറ്റെല്ലാം ആഗ്രഹം, വിശ്വസ്തത, വാത്സല്യം എന്നിവ കെട്ടിപ്പടുക്കേണ്ട അടിത്തറ. മനുഷ്യർക്ക് സ്നേഹത്തിന് കഴിവില്ലെന്ന് മച്ചവേലി ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ബന്ധങ്ങൾ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടതാണെന്നോ മച്ചവേലി ഒരിക്കലും അവകാശപ്പെട്ടില്ല. മനുഷ്യപ്രകൃതിയോട് പോരാടുന്നതിനു പകരം അതിനോട് യോജിക്കുമ്പോൾ മാത്രമേ അവർ വിജയിക്കൂവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസ്തരായി തുടരുന്നു. അവിടെ വിശ്വസ്തത അർത്ഥവും പൂർത്തീകരണവും അന്തസ്സും സ്ഥിരതയും നൽകുന്നു. അവ നീക്കം ചെയ്താൽ വിശ്വസ്തത ഇല്ലാതാകും. ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളെ വിഡ്ഢികളാക്കില്ല. അത് നിങ്ങളെ തയ്യാറാക്കുന്നു. അത് നിങ്ങളെ അനുകമ്പയുള്ളവനാക്കുന്നു. ബന്ധങ്ങളെ മാന്ത്രിക ഉറപ്പുകളായിട്ടല്ല, മറിച്ച് തുടർച്ചയായ നിക്ഷേപം ആവശ്യമുള്ള പരസ്പര ഉത്തരവാദിത്തങ്ങളായി കാണാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. സത്യം പറഞ്ഞതിന് ലോകം മച്ചവേലിയെ ശിക്ഷിച്ചു. പക്ഷേ സത്യം അതിജീവിച്ചു. ഇന്നത് ഭയത്തിനു പകരം മോചനം നൽകുന്നു. നിങ്ങൾക്ക് ശാശ്വതമായ സ്നേഹം വേണമെങ്കിൽ ഫാന്റസിയെ പിന്തുടരരുത്. നിരുപാധികമായ ഭക്തി ആവശ്യപ്പെടരുത്. വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ, നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ സുരക്ഷ സൃഷ്ടിക്കുക. ആകർഷണമുണർത്തുന്നതിനേക്കാൾ അടുപ്പം നിലനിർത്തുന്നത് നൽകുക. കാരണം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യമാണ്. അവരുടെ സ്വാർത്ഥതാൽപര്യം, ഐഡന്റിറ്റി, ഭാവി എന്നിവ ഭീഷണിയിലാകുന്നതിനു പകരം സംരക്ഷിക്കപ്പെടുന്ന ഒരു പങ്കാളിത്തം. നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തി തിരഞ്ഞെടുക്കാൻ യോഗ്യനായ ഒരാളാകാൻ തുടങ്ങും. ഇത് യക്ഷിക്കഥ പോലെ പ്രണയപരമല്ല, പക്ഷേ സ്നേഹം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു ലോകമാണ്.